നമസ്കാരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഒന്നാണ് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ്. ഈ പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾക്ക് നിരവധി സംശയങ്ങളുണ്ട്. ആദ്യം പരിസ്ഥിതി അനുമതി ലഭിച്ചിരുന്നില്ലേ? പിന്നീട് ആ അനുമതി എന്തുകൊണ്ട് ഇല്ലാതായി? ഇപ്പോൾ വീണ്ടും എന്തിനാണ് കേന്ദ്ര പരിസ്ഥിതി അനുമതി വേണ്ടത്? കേരള സർക്കാർ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ടോ? അതോ എതിർക്കുകയാണോ? ഈ വീഡിയോയിൽ യാതൊരു അഭ്യൂഹങ്ങളും അല്ലാതെ ഔദ്യോഗിക വിവരങ്ങളുടെയും വിശ്വസനീയ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പരിശോധിക്കാം. ആദ്യം ഔട്ടർ റിംഗ് റോഡ് എന്താണെന്ന് മനസ്സിലാക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ നാവായിക്കുളത്തുള്ള ദേശീയപാത 66മായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന പുതിയ നിയന്ത്രിത പ്രവേശന പാതയാണ് ഈ പദ്ധതി. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ദിവസേന ആയിരക്കണക്കിന് കണ്ടെയ്നർ ലോറികൾ തുറമുഖത്തിലേക്ക് വരികയും പോവുകയും ചെയ്യും. അവയെല്ലാം തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നുപോകുകയാണെങ്കിൽ വലിയ ഗതാഗതക്കുരുക്കും സമയനഷ്ടവും ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിനാണ് ഈ പ്രത്യേക റോഡ് വിഭാവനം ചെയ്തത്. ഈ റോഡ് ഒരു സാധാരണ ബൈപ്പാസ് അല്ല. ഭാവിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന പദ്ധതിയായാണ് സർക്കാർ കാണുന്നത്. വ്യവസായ പാർക്കുകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, വെയർഹൌസുകൾ, പുതിയ ടൗൺഷിപ്പുകൾ, ഐ.ടി. സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഈ റോഡ് വലിയ പ്രചോദനമാകുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതി രൂപീകരിച്ച ആദ്യകാലത്ത് ഇത് സംസ്ഥാന സർക്കാരിന്റെ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായാണ് മുന്നോട്ടുപോയത്. അന്നത്തെ അലൈൻമെന്റും രൂപകൽപ്പനയും അടിസ്ഥാനമാക്കി പരിസ്ഥിതി അനുമതിക്കായുള്ള നടപടികൾ ആരംഭിച്ചു. തുടർന്ന് സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റി ഈ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പലരും പറയുന്നത് ഔട്ടർ റിംഗ് റോഡിന് മുമ്പേ പരിസ്ഥിതി അനുമതി ലഭിച്ചിരുന്നുവെന്ന്. അത് ശരിയായ കാര്യമാണ്. എന്നാൽ പിന്നീട് പദ്ധതിയിൽ വളരെ വലിയ മാറ്റം വന്നു. ഈ റോഡ് ദേശീയ പ്രാധാന്യമുള്ള പദ്ധതിയായി മാറി. ദേശീയപാത അതോറിറ്റിയായ NHAI പദ്ധതി ഏറ്റെടുത്തു. പിന്നീട് ഇതിനെ ദേശീയപാത NH866 എന്ന നിലയിൽ വികസിപ്പിക്കാനാണ് തീരുമാനിച്ചത്. ഇതോടെ നിയമപരമായ നടപടിക്രമങ്ങളും മാറി. ഇവിടെയാണ് പലർക്കും ആശയക്കുഴപ്പമുണ്ടായത്. പഴയ പരിസ്ഥിതി അനുമതി റദ്ദാക്കിയത് പദ്ധതി ഉപേക്ഷിച്ചതിനാലല്ല. ദേശീയപാത പദ്ധതികൾക്ക് പരിസ്ഥിതി അനുമതി നൽകാനുള്ള അധികാരം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിനാണ്. അതിനാൽ സംസ്ഥാനതലത്തിൽ ലഭിച്ചിരുന്ന പഴയ അനുമതി NHAI പദ്ധതിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് പഴയ അനുമതി ഔപചാരികമായി പിൻവലിച്ച് പുതിയ കേന്ദ്ര പരിസ്ഥിതി അനുമതിക്കായി അപേക്ഷ നൽകേണ്ടിവന്നത്. അതായത് ആദ്യം ലഭിച്ച അനുമതി തെറ്റായതായിരുന്നു എന്നല്ല. അന്നത്തെ നിയമപരമായ ഘടനയിൽ അത് ശരിയായ അനുമതിയായിരുന്നു. എന്നാൽ പദ്ധതി ദേശീയപാത പദ്ധതിയായി മാറിയതോടെ നിയമപരമായി പുതിയ നടപടിക്രമം അനിവാര്യമായി. ഇതിനിടയിൽ പദ്ധതിയുടെ രൂപകൽപ്പനയിലും മാറ്റങ്ങൾ വരുത്തി. പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുന്നതിനായി പല മലപ്രദേശങ്ങളിലും വലിയ തോതിൽ കുന്നുമുറിക്കാതെ തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന പുതിയ രൂപരേഖ തയ്യാറാക്കി. അതുപോലെ നിരവധി വയഡക്ടുകളും ഉൾപ്പെടുത്തി. ഇതിലൂടെ ഭൂമി ഏറ്റെടുക്കലും പരിസ്ഥിതി ആഘാതവും കുറയ്ക്കാനാണ് ശ്രമിച്ചത്. ഈ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയ വിശദമായ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് തയ്യാറാക്കി. തുടർന്ന് പൊതുജന ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിച്ചു. അതിനുശേഷമാണ് കേന്ദ്ര വിദഗ്ധ സമിതിയായ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി പദ്ധതി വിശദമായി പരിശോധിക്കാൻ തുടങ്ങിയത്. അതിനാൽ ഇന്ന് ഈ പദ്ധതി കാത്തിരിക്കുന്നത് പുതിയ കേന്ദ്ര പരിസ്ഥിതി അനുമതിക്കാണ്. പഴയ അനുമതി വീണ്ടും ഉപയോഗിക്കുന്നതല്ല, മറിച്ച് നിലവിലെ നിയമപ്രകാരം പുതിയ അനുമതി നേടുന്ന നടപടിയാണ് നടക്കുന്നത്. അടുത്ത ഭാഗത്തിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നോക്കാം. എന്തുകൊണ്ടാണ് കേന്ദ്ര വിദഗ്ധ സമിതി അനുമതി ഉടൻ നൽകിയില്ല? കേരള സർക്കാർ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നുണ്ടോ? എത്ര സമയത്തിനുള്ളിൽ പരിസ്ഥിതി അനുമതി ലഭിക്കാൻ സാധ്യതയുണ്ട്? അനുമതി ലഭിച്ചാൽ അതിനുശേഷം എന്തൊക്കെ നടപടികളാണ് നടക്കുക? അതെല്ലാം അടുത്ത ഭാഗത്തിൽ വിശദമായി പരിശോധിക്കാം. ഇനി എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? കേരള സർക്കാർ എതിർക്കുന്നതുകൊണ്ടാണോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമാണോ? ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ കേരള സർക്കാർ ഈ പദ്ധതിയെ എതിർക്കുന്നതായി ഒരു രേഖയുമില്ല. മറിച്ച് പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്.
വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി വികസനത്തിനും തിരുവനന്തപുരം നഗരത്തിന്റെ ഗതാഗത സംവിധാനത്തിനും ഈ റോഡ് അനിവാര്യമാണെന്നാണ് സർക്കാർ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനും സർക്കാർ പ്രത്യേക പ്രാധാന്യം നൽകി. റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയി. പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അതോറിറ്റി, ജില്ലാ ഭരണകൂടം എന്നിവയും സംയുക്തമായി വിവിധ നടപടികൾ തുടരുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പരിസ്ഥിതി അനുമതി ലഭിക്കാത്തത്? ഇതിനുള്ള ഉത്തരം കേന്ദ്ര പരിസ്ഥിതി വന കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയായ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ പരിശോധനയിലാണ്. ഇത്തരം വലിയ പദ്ധതികൾക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചതുകൊണ്ട് മാത്രം അനുമതി ലഭിക്കില്ല. പദ്ധതി പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം, പരിസ്ഥിതി ആഘാതം, ജലസ്രോതസ്സുകൾ, മലനിരകൾ, വനമേഖല, തുരങ്ക നിർമ്മാണം, മഴക്കാല സുരക്ഷ, മണ്ണിടിച്ചിൽ സാധ്യത, ജനവാസ മേഖലകളിലുണ്ടാകുന്ന സ്വാധീനം തുടങ്ങി നിരവധി കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ പദ്ധതിയിൽ പ്രത്യേകിച്ച് നിരവധി തുരങ്കങ്ങളും ഉയർന്ന പാലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ വിദഗ്ധ സമിതി കൂടുതൽ സാങ്കേതിക പരിശോധന ആവശ്യമാണ് എന്ന് വിലയിരുത്തി. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം തുരങ്കങ്ങളുടെ സുരക്ഷയും ഭൗമശാസ്ത്ര സാഹചര്യങ്ങളും നേരിട്ട് വിലയിരുത്താൻ സ്ഥലപരിശോധന ആവശ്യപ്പെട്ടതിനാലാണ് അന്തിമ തീരുമാനം ഉടൻ എടുത്തില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. പദ്ധതി തള്ളിക്കളഞ്ഞിട്ടില്ല, പദ്ധതി റദ്ദാക്കിയിട്ടുമില്ല, അനുമതി നിഷേധിച്ചതായും പ്രഖ്യാപിച്ചിട്ടില്ല. പകരം ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും പരിശോധനയും വേണമെന്നാണ് വിദഗ്ധ സമിതി പറഞ്ഞിരിക്കുന്നത്. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പരിസ്ഥിതി അനുമതി ലഭിക്കാൻ എത്ര സമയമെടുക്കും എന്നത്. ഇതിന് ആരും കൃത്യമായ തീയതി പറയാൻ കഴിയില്ല. കാരണം അത് പരിശോധനകളുടെ പുരോഗതിയെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണ നടപടിക്രമം ഇങ്ങനെയാണ്. ആദ്യം വിദഗ്ധ സമിതി ആവശ്യപ്പെട്ട വിവരങ്ങൾ തയ്യാറാക്കും. അതിനുശേഷം ആവശ്യമായ പഠനങ്ങളും സ്ഥലപരിശോധനയും പൂർത്തിയാക്കും. പിന്നീട് പുതുക്കിയ റിപ്പോർട്ട് വീണ്ടും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കും. അതിനുശേഷം എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി വീണ്ടും യോഗം ചേർന്ന് റിപ്പോർട്ട് പരിശോധിക്കും. എല്ലാ കാര്യങ്ങളും തൃപ്തികരമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അന്തിമ പരിസ്ഥിതി അനുമതി നൽകുകയുള്ളൂ. അതുകൊണ്ട് അടുത്ത മാസം തന്നെ അനുമതി ലഭിക്കുമെന്നും അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞേ ലഭിക്കൂ എന്നും ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. ഔദ്യോഗിക നടപടികൾ എത്ര വേഗത്തിൽ പൂർത്തിയാകുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും സമയക്രമം. കേരള സർക്കാർ പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിനൊപ്പം കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ തുടരുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് ഈ റോഡ് അനിവാര്യമാണെന്ന കാര്യത്തിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പൊതുവായ ധാരണയുണ്ട്. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടപടികളും മറ്റു പ്രാഥമിക പ്രവർത്തനങ്ങളും തുടരുന്നുണ്ട്. എന്നാൽ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ ആരംഭിക്കാൻ അന്തിമ പരിസ്ഥിതി അനുമതി നിർണായകമാണ്. അതായത് ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി എന്തെന്നാൽ പദ്ധതി നിർത്തിയിട്ടില്ല. കേരള സർക്കാർ എതിർക്കുന്നില്ല. കേന്ദ്ര സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല. നിലവിൽ പൂർത്തിയാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമ നടപടി കേന്ദ്ര പരിസ്ഥിതി അനുമതിയാണ്. അടുത്ത ഭാഗത്തിൽ ഈ അനുമതി ലഭിച്ചാൽ ഉടൻ എന്തൊക്കെ നടക്കും? റോഡ് എങ്ങനെയാണ് നിർമ്മിക്കുക? തുരങ്കങ്ങളും പാലങ്ങളും എവിടെയൊക്കെയായിരിക്കും? വിഴിഞ്ഞം തുറമുഖത്തിനും തിരുവനന്തപുരം നഗരത്തിനും റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. കേന്ദ്ര പരിസ്ഥിതി അനുമതി ലഭിച്ചാൽ എന്താണ് അടുത്തതായി നടക്കുക എന്നതാണ് പലരും ചോദിക്കുന്നത്. പരിസ്ഥിതി അനുമതി ലഭിച്ചാൽ പദ്ധതി അതേ ദിവസം തന്നെ പണി തുടങ്ങുമെന്ന് കരുതരുത്. അതിനുശേഷവും നിരവധി നിയമപരവും സാങ്കേതികവുമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആദ്യം ദേശീയപാത അതോറിറ്റി നിർമ്മാണത്തിനുള്ള അന്തിമ നടപടികൾ വേഗത്തിലാക്കും. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാകാത്ത സ്ഥലങ്ങളിൽ അത് പൂർത്തിയാക്കും. ആവശ്യമായിടത്ത് യൂട്ടിലിറ്റി മാറ്റിസ്ഥാപിക്കൽ, വൈദ്യുതി ലൈനുകൾ, കുടിവെള്ള പൈപ്പുകൾ, ടെലികോം കേബിളുകൾ എന്നിവ മാറ്റുന്ന ജോലികൾ നടക്കും. അതിനുശേഷം വിവിധ ഭാഗങ്ങളുടെ നിർമ്മാണത്തിനുള്ള കരാറുകൾ അന്തിമമാക്കും. വലിയ പദ്ധതിയായതിനാൽ പല പാക്കേജുകളായി നിർമ്മാണം നടക്കാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ഒരേസമയം പല സ്ഥലങ്ങളിലും പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. ഈ റോഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് വെറുമൊരു റോഡ് മാത്രമല്ല എന്നതാണ്.
ഭാവിയിൽ വിഴിഞ്ഞം തുറമുഖത്തെ ആശ്രയിച്ച് വളരുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗത ഇടനാഴികളിലൊന്നായിരിക്കും ഇത്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രതിദിനം വലിയ തോതിൽ കണ്ടെയ്നർ ലോറികൾ എത്തുകയും മടങ്ങുകയും ചെയ്യും. ഈ വാഹനങ്ങൾ നഗരത്തിനുള്ളിലൂടെ കടന്നുപോകാതെ നേരിട്ട് ദേശീയപാതയിലേക്ക് പ്രവേശിക്കാൻ ഔട്ടർ റിംഗ് റോഡ് സഹായിക്കും. അതിലൂടെ തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയുകയും യാത്രാസമയം ലാഭിക്കപ്പെടുകയും ചെയ്യും. ഈ പദ്ധതിയുടെ മറ്റൊരു വലിയ നേട്ടം വ്യവസായ മേഖലക്കാണ്. റോഡിന് സമീപം ലോജിസ്റ്റിക് പാർക്കുകൾ, വെയർഹൌസുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, സേവന മേഖല, പുതിയ വ്യാപാര കേന്ദ്രങ്ങൾ എന്നിവ വളരാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ നേരിട്ടും പരോക്ഷമായും തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഈ പദ്ധതി വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റോഡ് വരുന്നു എന്ന കാരണത്താൽ എല്ലാ സ്ഥലങ്ങളുടെയും വില ഒരുപോലെ ഉയരുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. റോഡിനോട് അടുത്തുള്ള പ്രദേശങ്ങൾ, ജംഗ്ഷനുകൾ, ഭാവിയിലെ വികസന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഭൂമി വാങ്ങുകയോ നിക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ ഔദ്യോഗിക മാസ്റ്റർ പ്ലാനും സോണിംഗ് വിവരങ്ങളും പരിശോധിക്കുന്നത് നിർണായകമാണ്. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഈ പദ്ധതി പൂർത്തിയാകാൻ എത്ര വർഷമെടുക്കുമെന്നത്. ഇതിന് ഇപ്പോൾ കൃത്യമായ തീയതി പറയാൻ കഴിയില്ല. കാരണം പരിസ്ഥിതി അനുമതി, ഭൂമി ഏറ്റെടുക്കൽ, ടെൻഡർ നടപടികൾ, കരാർ, നിർമ്മാണ പുരോഗതി എന്നിവയെ ആശ്രയിച്ചാണ് സമയക്രമം നിശ്ചയിക്കപ്പെടുക. അതിനാൽ ഏതെങ്കിലും പ്രത്യേക വർഷം പൂർത്തിയാകുമെന്ന് ഇപ്പോൾ പറയുന്നത് ശരിയാകില്ല. അപ്പോൾ ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി എന്താണ്? ആദ്യം ലഭിച്ച പരിസ്ഥിതി അനുമതി അന്നത്തെ പദ്ധതിക്ക് നിയമപരമായി ലഭിച്ചതായിരുന്നു. പിന്നീട് പദ്ധതി ദേശീയപാത അതോറിറ്റിയുടെ പദ്ധതിയായി മാറിയതിനാൽ പുതിയ കേന്ദ്ര പരിസ്ഥിതി അനുമതി ആവശ്യമായി. കേരള സർക്കാർ പദ്ധതി എതിർക്കുന്നുവെന്നതിന് ഔദ്യോഗിക തെളിവില്ല. മറിച്ച് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികളിൽ സംസ്ഥാന സർക്കാർ പങ്കാളിയാണ്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി പദ്ധതി പരിശോധിച്ച ശേഷം കൂടുതൽ സാങ്കേതിക വിവരങ്ങളും സ്ഥലപരിശോധനയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനാലാണ് അന്തിമ അനുമതി ഇതുവരെ ലഭിക്കാത്തത്. പദ്ധതി റദ്ദാക്കിയിട്ടില്ല. പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല. പദ്ധതി നിർത്തിവച്ചതായും പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ നടക്കുന്നത് അന്തിമ പരിസ്ഥിതി അനുമതിക്കായുള്ള നിയമപരമായ നടപടികളാണ്. അതുകൊണ്ട് ഈ പദ്ധതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും ശരിയാണെന്ന് വിശ്വസിക്കേണ്ടതില്ല. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം, ദേശീയപാത അതോറിറ്റി, കേരള സർക്കാർ എന്നിവ പുറത്തുവിടുന്ന വിവരങ്ങളുമാണ് വിശ്വസിക്കേണ്ടത്. പരിസ്ഥിതി അനുമതി സംബന്ധിച്ച പുതിയ തീരുമാനം വന്നാലും, നിർമ്മാണം ആരംഭിക്കുന്ന തീയതി പ്രഖ്യാപിച്ചാലും, ഭൂമി ഏറ്റെടുക്കലിൽ പുതിയ പുരോഗതി ഉണ്ടായാലും, അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സർക്കാർ പദ്ധതികൾ, റോഡ് വികസനം, വിഴിഞ്ഞം തുറമുഖം, കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുടെ ഏറ്റവും പുതിയ വിശ്വസനീയ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.